പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ദൈവം മനുഷ്യനോട് കഴിക്കേണ്ട, അത് അശുദ്ധമാണെന്ന് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് ചില മൃഗങ്ങൾ ശുദ്ധമാണെന്നും മറ്റു ചിലത് നല്ലതാണെന്നും ഒക്കെ ദൈവം പറയുന്നുണ്ട്. പക്ഷേ ഉൽപ്പത്തി 1-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ദൈവം സൃഷ്ടിച്ചവയെല്ലാം നല്ലതാണെന്ന് ദൈവം പറയുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ദൈവം പറഞ്ഞത്, അല്ലേ? ഇത് നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ ഇതിനൊരു മീനിങ് ഉണ്ട്. ഒരു പെഡഗോഗിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ദൈവം മനുഷ്യനെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ. അതായത് തകർന്നുപോയ ഇസ്രായേൽ ജനത്തെ ദൈവം വീണ്ടെടുത്ത് ഒരു വിശുദ്ധ ജനമായിട്ട് അവർ ഉയർത്തുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകത്തിലും ഡിറ്ററോണമിയിലൊക്കെ നമുക്കത് കാണാം. അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനത്തെ വിശുദ്ധ ജനമെന്ന് വിളിക്കുമ്പോൾ അതിന് മറ്റൊരർത്ഥം കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു സെപ്പറേറ്റഡ് പീപ്പിൾ, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട, വേർതിരിക്കപ്പെട്ട ഒരു ജനത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്ങനെയാണോ അവർ വേർതിരിക്കപ്പെട്ടതെന്ന് മറ്റു ജനങ്ങൾക്ക് മനസ്സിലാവുക, ചില നിയമങ്ങൾ അവർക്ക് പറയുമ്പോഴാണ്. അതായത് അവർ പന്നിയുടെ മാംസം ഭക്ഷിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അവർക്ക് എന്തൊരു ഡിഫറൻസ് ഉണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് അങ്ങനെ പല ആക്റ്റുകളും ദൈവം അതിനകത്ത് പറയുന്നുണ്ട്. സോ ഒരു ചോസൺ പീപ്പിളായിട്ട് അവരെ ദൈവം മാറ്റുന്നു. അങ്ങനെ മറ്റു ജനതകൾ അവരെ നോക്കിയിട്ട് വിശുദ്ധിയിലേക്ക് കടന്നു വരാൻ, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തിരിയാൻ, യഥാർത്ഥ ദൈവത്തിലേക്ക് തിരിയാൻ അവരത് പ്രേരിപ്പിക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ക്രിസ്തുവിൻ്റെ ഒരു ഷാഡോയാണ് നമ്മൾ ഈ പഴയ നിയമത്തിൽ കാണുന്നത്. ഇവിടെ ഈ മൃഗങ്ങളെ ക്ലാസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ജെൻഡൈൽസിനെയും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒക്കെ ആയിട്ട് അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു ഡയമെൻഷനിൽ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. പുതിയ നിയമത്തിൽ നമ്മൾ വരുമ്പോൾ ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു സിനാരിയോ നമ്മൾ കാണുന്നുണ്ട്. അതായത് പത്രോസിൻ്റെ ഒരു സ്വപ്നം ഉണ്ടാകുന്ന സ്വപ്നം ഇങ്ങനെയാണ്. ഒരു വാർപ്പ്, ആ വാർപ്പിൽ അനേകം ലോകത്തിലെ സകല ജീവജാലങ്ങളും കാണുന്നു. പത്രോസിനോട് ഇതിനെ ഭക്ഷിക്കാൻ ദൈവം പറയുന്നു. പത്രോസ് പറയുന്നു, ഞാൻ യഹൂദനാണ്, എനിക്ക് എല്ലാം അലൗഡ് അല്ല, ചിലതൊക്കെ എനിക്ക് കഴിക്കാൻ അലൗഡ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ദൈവം പറയുന്നുണ്ട്, ദൈവം സൃഷ്ടിച്ചവ നല്ലതെന്ന് കണ്ടതിനെ മലിനമെന്ന് വിളിക്കാൻ നീ ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ മീനിങ് ഇതാണ്. ഇതിനുശേഷം പത്രോസ് രക്ഷയുടെ സന്ദേശം പറയുന്നത് ഒരു വിജാതീയൻ്റെ അടുത്താണ്. അതായത് ഈ രക്ഷ, ദൈവം നൽകപ്പെട്ട രക്ഷ, ഹോളിനെസ് യഹൂദ ജനത്തിൽ നിന്ന് വന്നു. അതിൽ ദൈവപുത്രൻ ഭൂമിയിലേക്ക് ജനിച്ചു. അതുവഴി സകല ജനതയും ഇനി രക്ഷയിലേക്ക് ആകർഷിക്കുന്നത് ക്രിസ്തു വഴിയാണ്. നമ്മുടെ കൊളോസസ് ലേഖനമൊക്കെ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, നീ സ്ഥിതിയനാണെങ്കിലും ഗ്രീക്കാണെങ്കിലും യഹൂദനാണെങ്കിലും വിജാതീയനോ, നീ സ്ത്രീയോ പുരുഷനോ അടിമയോ ആരോ ആയിക്കൊള്ളട്ടെ, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. അതായത് ഇതാണ് അതിൻ്റെ യഥാർത്ഥ മീനിങ്. സോ നിങ്ങൾ എന്ത് ഭക്ഷിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, നിങ്ങളുടെ ഹൃദയം എത്രത്തോളം വിശുദ്ധമാണ് എന്നുള്ളതിലാണ് കാര്യം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.